ട്രേഡ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസ മുഴുവൻ നമുക്ക് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതൊരു പ്രപഞ്ച സത്യമാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ട്രേഡിംഗ് പഠിക്കുന്നത്. ഇപ്പോൾ എല്ലാ ട്രേഡേഴ്സും ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ട്രേഡേഴ്സ് ഉൾപ്പെടെ അവരുടെ ബിഗിനിങ് സ്റ്റേജിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഈ നഷ്ടങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നഷ്ടപ്പെടുത്താനായിട്ട് ഒരുപാട് പൈസയൊന്നും ഇല്ല, പക്ഷേ ട്രേഡ് ചെയ്ത് പഠിക്കണം, ആ ഒരു മൈൻഡാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അതെന്തായാലും സാധ്യമാകാനായിട്ട് പോകുന്നില്ല. കാരണം ട്രേഡിംഗ് പഠിക്കുന്ന ആ ഒരു ജേണിയിൽ ഒരുപാട് നഷ്ടങ്ങൾ എന്തായാലും വരും. പക്ഷേ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള പൈസ ഇടാതെ തന്നെ റിയൽ ആയിട്ടുള്ള പൈസ ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പരിപാടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതാണ് നമ്മുടെ ഡെമോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന പരിപാടിയായിരിക്കും ഈ ഡെമോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ പേപ്പർ ട്രേഡിംഗ് എന്നൊക്കെ പറയും. ഈ പേപ്പർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള മണി ഉപയോഗിച്ചുകൊണ്ടല്ലാതെ നമുക്ക് റിയൽ ആയിട്ടുള്ള മണി ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഡെമോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് ഇത്ര രൂപ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാം, എത്ര രൂപ നമുക്ക് നഷ്ടം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ ഡെമോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ബിഗിനേഴ്സ് ആയിട്ടുള്ള നമുക്ക് പല പല സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ ഡെമോ ട്രേഡിംഗ് വളരെ 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 ഹെൽപ്ഫുൾ ആയിരിക്കും. അതിപ്പോൾ ബിഗിനേഴ്സിന് മാത്രമല്ല, നമുക്ക് ട്രേഡിംഗിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള മണി കൊണ്ട് അത് പരീക്ഷണങ്ങൾ നടത്തുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള പരിപാടിയല്ലാന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ആയിട്ടുള്ള മണി ഇടാതെ തന്നെ റിയൽ ആയിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന പോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പരിപാടിയാണ് ഡെമോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഫ്രീ ആയിട്ടുള്ള കാശ് അവർ തരുന്നതായിരിക്കും നമുക്ക് പഠിക്കാനായിട്ട്. അത് വിഡ്രോ ചെയ്യാനോ ബാങ്കിലേക്ക് ആക്കാനൊന്നും പറ്റില്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഡെമോ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്താണ്? ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഒരുപാട് ട്രേഡിംഗ് എക്സ്ചേഞ്ചുകൾ ഈ പറയുന്ന ഡെമോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഫീച്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ചിൽ ആ ഒരു ഡെമോ ട്രേഡിംഗ് ഫീച്ചറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ബൈബിറ്റിലെ ഡെമോ ട്രേഡിംഗ് ഫീച്ചറിനെ പറ്റിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല എക്സ്ചേഞ്ചുകളും ഡെമോ ട്രേഡിംഗ് ഫീച്ചേഴ്സ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ബൈബിറ്റിലെ ഡെമോ ട്രേഡിംഗ് ഫീച്ചർ ഞാൻ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന ബൈബിറ്റിലെ ഡെമോ ട്രേഡിംഗ് ഫീച്ചറാണ്. അതിന് ഇൻ്റർഫേസ് ആയാലും അല്ലെങ്കിൽ അതിലുള്ള പേഴ്സ് ആയാലും എല്ലാം തന്നെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബൈബിറ്റിലെ ഇൻ്റർഫേസ് തന്നെയാണ്, അല്ലെങ്കിൽ ബൈബിറ്റിലെ ഡെമോ ട്രേഡിംഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ബൈബിറ്റ് എനിക്ക് നയാ പൈസ തന്നിട്ടില്ല ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു പെയ്ഡ് ഒന്നുമല്ല, അതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്ക് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷനാണ്, എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നേരെ സ്ക്രീനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൈബിറ്റിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വെർഷനിലാണ്. ആ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഡെസ്ക്ടോപ്പ് വെർഷനിൽ എങ്ങനെയാണ് ഡെമോ ട്രേഡിംഗ് ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ മൊബൈൽ വെർഷനിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡെസ്ക്ടോപ്പ് വെർഷനിൽ നമുക്ക് ഏറ്റവും മേലെ ഇവിടെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴേക്ക് വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഇവിടെ ഡെമോ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ബൈബിറ്റിൻ്റെ ഡെമോ ട്രേഡിങ്ങിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെമോ ട്രേഡിങ്ങിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ ബൈബിറ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും ഇതേ സെയിം ഇൻ്റർഫേസ് തന്നെയാണ് ഫ്യൂച്ചേഴ്സിനുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ പേഴ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് പേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയധികം പേഴ്സ് എനിക്ക് വേറെ ഒരു എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ വേറെ ഒരു ഡെമോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ അനലൈസ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ബൈബിറ്റിൽ വന്നിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിലെ പ്രൈസും നമുക്ക് ഈ ഒരു ഡെമോ ട്രേഡിങ്ങിലെ ബിറ്റ്കോയിൻ്റെ പ്രൈസും നമ്മൾ ഏത് അസറ്റാണോ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പ്രൈസും ഏറെക്കുറെ സെയിം തന്നെയായിരിക്കും. ഓക്കെ, പക്ഷേ മറ്റുള്ള എക്സ്ചേഞ്ചുകൾ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ പേഴ്സ് തന്നെ വേറെ ആയിരിക്കും. പേഴ്സ് തന്നെ ഡിഫറെൻറ്റ് പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. BTC USDT എന്ന് പറയുന്ന പേഴ്സ് നമുക്ക് അപൂർവമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്കിവിടെ ബൈബിറ്റിൻ്റെ ഡെമോ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു എൻട്രി എടുക്കുന്ന ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ മാർജിൻ ബാലൻസ് കാണാൻ പറ്റുന്നുണ്ട്. 41,511 യൂറോ ആണ് നമുക്കിവിടെ മാർജിൻ ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് USDT ആയിട്ട് കാണാനായിട്ട് പറ്റും. 44,568 USDT ആണ് നമുക്കിവിടെ മാർജിൻ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും വലിയ എമൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് നമുക്ക് വിഡ്രോ ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് ജസ്റ്റ് ട്രേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് വെച്ചുകൊണ്ടാണോ ട്രേഡ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു 100 USDT വെച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 100 USDT വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എത്ര ലോസ് അവിടെ വരാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡെമോ ട്രേഡിങ്ങിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയധികം എമൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ബൈബിറ്റ് തരുന്നുണ്ട്. നിങ്ങൾ ട്രേഡ് ചെയ്ത് ഒരുപാട് ലോസ് വരുത്തിയെന്ന് വിചാരിക്കാം.
ഒരുപാട് ലോസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിക്വസ്റ്റ് ഡെമോ ഫണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് ബൈബിറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും ഈ പറയുന്ന പോലെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ബൈബിറ്റിലെ ഡെമോ ട്രേഡിംഗ്. ഞാൻ ജസ്റ്റ് ഒരു ട്രേഡ് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ട്രേഡിംഗ് വ്യൂലൊക്കെ പോയിട്ട് ഒരു ചാർട്ട് അനാലിസിസ് ഞാൻ നടത്താണ്. ഞാൻ നടത്തിയിട്ട് ഞാൻ ഇതാ ഇവിടെ വന്നിട്ട് ഒരു ട്രേഡ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കുറച്ച് ട്രെൻഡ് ലൈൻസ് ഒക്കെ വെറുതെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഷോർട്ട് പോസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഷോർട്ട് പോസ്റ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് പ്രൈസുകൾ ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണ്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ വെക്കുകയാണ്. ആൻഡ് ടാർഗറ്റ് ഞാൻ കുറച്ച് ഇറക്കി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസും ടാർഗറ്റിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇവിടേക്ക് പോവാണ്. മാർക്കറ്റ് ഓർഡർ തന്നെ എടുക്കുകയാണ്. കാരണം എൻ്റെ എൻട്രി പ്രൈസ് മാർക്കറ്റ് പ്രൈസിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഒരു എൻട്രി പ്രൈസ് വെക്കുന്നത്. സോ ഞാൻ മാർക്കറ്റ് ഓർഡർ എടുക്കുകയാണ്. അതിനോട് ഓർഡർ വാല്യൂ ഞാനൊരു 1000 കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു 1000 USDT ആണുള്ളതെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് 1000 കൊടുക്കുകയാണ്. ഇതിനോട് സെൽ ഷോർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സെൽ ഷോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓർഡർ കോസ്റ്റും ഓർഡർ വാല്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ 1000 USDT അല്ല 977 USDTക്കാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. അത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് 1000 USDT തന്നെ നമ്മുടെ ആ ഒരു ട്രേഡിലേക്ക് ഇറക്കണമെന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം നമുക്ക് അവിടെ ബൈ ചെയ്യാനോ സെല് ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ ആ ഒരു ഓർഡർ പ്ലേസ് ആവുക. സോ നമുക്ക് 1000 USDTയുടെ ട്രേഡ് നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ 977 USDTക്കാണ് ആ ഒരു ട്രേഡ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നത്. കൺഫേം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ താഴെ ആ ഒരു ഓർഡർ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാ നമ്മുടെ ഓർഡർ വാല്യൂ ഇവിടെ 977 കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡെമോ ട്രേഡിങ്ങിലൊരു ട്രേഡ് ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ TP സെല്ല് വന്നിട്ട് ആഡ് കൊടുക്കുക. ആഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ്, നമ്മുടെ ടാർഗറ്റ് പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അവിടെ പ്ലേസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബൈബിറ്റിൽ ഡെസ്ക്ടോപ്പ് വെർഷനിൽ നമുക്കൊരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഡെമോ ട്രേഡിങ്ങിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ ഡെമോ ട്രേഡിങ്ങിലും ഈ പറയുന്ന പോലെ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ നമ്മുടെ മൊബൈൽ വെർഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബൈബിറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ബൈബിറ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹോം പേജിൽ തന്നെ ഇവിടെ ഒരു മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ട്രേഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡെമോ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഡെമോ ട്രേഡിങ്ങിൻ്റെ ആ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ വെർഷനിലെ ഡെമോ ട്രേഡിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചാർട്ട് കാണണമെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു അസറ്റിൻ്റെ ചാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടോടെ കാണാൻ പറ്റും. പല ടൈം ഫ്രെയിംസിലേക്ക് പോകാനായിട്ട് പറ്റും. അതിന് ട്രേഡ് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ട്രേഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ലിമിറ്റ് ഓർഡർ ആണോ മാർക്കറ്റ് ഓർഡർ ആണോ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ അവൈലബിൾ USDT കാണാൻ പറ്റുന്നുണ്ട്. 44,566 USDT ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് BTC ആണോ നമുക്ക് ഓർഡർ വാല്യൂ കൊടുക്കാം. USDT നമ്മുടെ കയ്യിലുള്ള USDTക്ക് അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ USDT ഞാനൊരു 1000 USDT എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ വാല്യൂൻ്റെ അവിടെ ഞാനൊരു 1000 USDT കൊടുക്കുന്നുണ്ട്. ആൻഡ് ലോങ് പൊസിഷൻ ആണോ ഷോർട്ട് പൊസിഷൻ ആണോ, നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് പൊസിഷനാണ് എടുത്തിട്ട്. സോ ഞാൻ ഇവിടെ ഒരു ബൈ ലോങ് എന്ന് പറയുന്നത് ലോങ് പൊസിഷൻ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ലോങ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ വിൻഡോ വരും. കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ലോങ് പൊസിഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് സെറ്റ് ചെയ്യാം. സെറ്റ് TP SL എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസ് പ്രൈസും എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇവിടെ വരുന്നതായിരിക്കും. ആ ഒരു ഓർഡേഴ്സിൽ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൊബൈൽ വെർഷനിൽ ഈ പറയുന്ന പോലെ ബൈബിറ്റിലെ ഡെമോ ട്രേഡിംഗ് ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈബിറ്റിലെ ഡെമോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ അടിപൊളിയായിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.